അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് വബിഫദ്ലിഹി തസൂലുൽ മുലിമ്മാത്ത് വനഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി. اللهم صل على عبدك ورسولك محمد النبي المختار وعلى آله وصحابه الأبرار وعلى من اتبعهم بإحسان من المؤمنين الأخيار. أما بعد. കാപ്പാട് ജാമിയ ഐനുൽ ഹുദയിലെ വിദ്യാർത്ഥി സംഘടന അൽ ഇഹ്സാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലെ 7ാമത്തെ സുദിനത്തിലാണ് നമ്മൾ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിലെ മാതൃകകളെ നമ്മൾ പഠിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ശാരീരികമായി, മാനസികമായി, വൈകാരികമായി, സ്വഭാവപരമായി 2000-ലേറെ വ്യത്യാസങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ശാരീരിക രൂപത്തിൽ മാത്രമല്ല ആണും പെണ്ണും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. എല്ലാ അണുവിലും, പ്രത്യേകിച്ച് മെന്റലി ആൻഡ് ഇമോഷണലി ധാരാളം വൈജാത്യങ്ങൾ ഇരു പേർക്കുമിടയിലുണ്ട്. സ്വഭാവത്തിലും വികാരപ്രകടനത്തിലും മറ്റും സ്ത്രീയും പുരുഷനും വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രധാന പങ്ക് ഹോർമോണുകൾക്കാണ്. സ്ത്രീകൾക്ക് പൊതുവെ വൈകാരികത കൂടുതലാണ്, പെട്ടെന്ന് ഇമോഷണലാകും, കരയും. അതുപോലെ തന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും നിയന്ത്രണമില്ലാത്തവരാണ്. പുരുഷന്മാർക്ക് വികാരം പ്രകടിപ്പിക്കൽ കുറവാണ്, പക്ഷേ ദേഷ്യം പോലുള്ള വികാരങ്ങൾ പുരുഷന്മാരാണ് കൂടുതലും കാണിക്കാറ്. സ്ത്രീകൾക്ക് പിരിമുറക്കം പോലുള്ളവ അനുഭവപ്പെട്ടാൽ അപ്പോൾ തന്നെ അത് പ്രകടിപ്പിക്കും, അതിനെ പുറന്തള്ളും. എന്നാൽ പുരുഷന്മാർ അത് മൂടിവെക്കും, അത് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകും. ഇത്തരം വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രത്യേകത കാരണമാണ് പുരുഷന്മാർ സ്ത്രീകളെക്കാൾ പരുക്കന്മാരായി വികാരങ്ങൾ ഒളിപ്പിച്ച് പ്രകടിപ്പിക്കുന്നത്. അതേസമയം സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ കുറച്ചുകൂടി ലോലമായ സ്വഭാവമാണുള്ളത്. അതുകൊണ്ടാണ് വേഗം വികാരപ്രകടനം നടത്തുന്നതെന്ന് ചുരുക്കം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ പല നിലക്കും വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ഒരാണും പെണ്ണും നിക്കാഹിലൂടെ ഒരു കുടുംബമായി മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കിടയിൽ കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ പിണക്കങ്ങൾ സ്വാഭാവികമാണ്. ചെറിയ വഴക്കും പ്രശ്നങ്ങളും ഉടലെടുക്കും. അത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാതെ നോക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരുടെ ചുമതലയാണ്. ചെറിയ വിട്ടുവീഴ്ചയിലൂടെയും പരസ്പരം പൊരുത്തപ്പെടലിലൂടെയും ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നതിൽ നിന്നും സംരക്ഷിക്കാം. തിരുനബിയുടെ കുടുംബജീവിതത്തിൽ നിന്നുള്ള ഒരു മാതൃക നമുക്കിവിടെ പങ്കുവെക്കാം. ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ ഫളായിലു സ്വഹാബയിൽ 108-ാമതായി ഹദീസായി കൊടുക്കുന്ന ചരിത്രമാണിത്. ഒരു ദിനം തിരുനബിയുടെ വീട്ടിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ടായി. ഇരുപേർക്കുമിടയിൽ അലോഹ്യത്തിന്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് തിരുനബിയുടെ വീട്ടിലേക്ക് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ, നബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. പ്രവേശിക്കാൻ അനുമതി ചോദിച്ചു. അങ്ങനെ അനുവാദം നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് പ്രവേശിച്ചു. ഫസമിയ ആയിഷ റളിയല്ലാഹു അൻഹ വഹിയ റാഫിയത്തുൻ സൗതഹ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത് തന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയങ്കരനായ റസൂലുള്ളാഹിയോട് ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ്. ഈ രംഗം കണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വികാരമിളകി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യത്തോടെ മഹദിയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യബ്നത ഉമ്മി റുമാൻ, ഉമ്മുറുമാന്റെ മോളെ. ആ വിളി തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉള്ളിലെ ഈർഷ്യതയുടെ തോത് അറിയിക്കുന്നതായിരുന്നു. ഉമ്മുറുമാൻ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേരാണ്. എന്നിട്ട് ചോദിക്കുന്നു,
അതർഫഈന സൗതകി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതരുടെ ശബ്ദത്തിൻ്റെ മേലാണോ നിന്റെ ശബ്ദം നീ ഉയർത്തുന്നത്? അങ്ങനെ ദേഷ്യത്തോടെ എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൾ ആയിഷയുടെ അടുത്തേക്ക് വന്നു. ഫഹാലൻ നബിയു ബൈനഹു വബൈനഹ, അങ്ങനെ തിരുനബിയുടെ ഈ സന്ദർഭത്തിൽ സ്വീകരിച്ച നിലപാട് നമ്മൾ ശ്രദ്ധിക്കണം. ഉടനെ തിരുനബി ഇടപെടുന്നു. രംഗം മൂർച്ച കൂട്ടുകയല്ല ചെയ്തത്, പകരം എന്തു ചെയ്തു വന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു അടങ്ങി നിൽക്കണം എന്ന് പറഞ്ഞ് രണ്ടു പേർക്കുമിടയിൽ തടസ്സം സൃഷ്ടിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മധ്യസ്ഥനായി നിന്നു. ഈ നയമാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പുലർത്തി പോരേണ്ടത്. തിരുനബി ഇവിടെ തൻ്റെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കൂടുകയാണ് ചെയ്തത്. നോക്കൂ, തിരുനബിയുടെ ഭാഗം കൂടിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇവിടെ തടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, നിങ്ങൾ അടങ്ങി നിൽക്കണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നത്. അങ്ങനെ മഹദി ആയിഷ ബീവിയെ അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംരക്ഷിച്ചു. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന സമാധാനത്തോടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഫലമ്മ ഖറജ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജഅലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലഹാ യതറല്ലാഹ, അന്നേരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്ന വാക്കുകൾ ഹൃദ്യമാണ്. വീട്ടിൽ നിന്നും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയിട്ടുണ്ട്, ഇനിയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന അർത്ഥത്തിൽ. അവിടെ ഇനി വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മാത്രമാണ്. അന്നേരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ ബീവിയോട് പറയുന്ന വാക്കുകൾ ഹൃദ്യമാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, അന്നീ ഖദ് ഹുൽതു ബൈന റജുലി വബൈനകി, ആ മനുഷ്യൻ്റെയും നിങ്ങളുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി ഞാനല്ലേ മധ്യസ്ഥനായി നിന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. സൗന്ദര്യ പിണക്കങ്ങളെ എങ്ങനെ തണുപ്പിക്കാം, എത്ര കാലം അതെല്ലാം കൊണ്ടു നടക്കണം എന്നെല്ലാം നമുക്കിതിൽ പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു. ജാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ വന്നു. ഫസ്തഇദന അലൈഹി, അവരോട് സമ്മതം ചോദിച്ചു. അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കാണുന്ന കാഴ്ച, ഫവജദഹു യുലാഹികുഹാ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫവജദഹു യുലാഹികുഹാ. ഇവിടെ ഒരു കാര്യം കൂടി ഇടയിൽ പറയട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാർക്കിടയിലാകുമ്പോൾ കാന ബസ്സാമൻ വഹാക്കൻ എന്ന് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാർക്കിടയിലാകുമ്പോൾ വല്ലാതെ ചിരിക്കുകയും വല്ലാതെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു എന്ന്. നമുക്ക് ഈ കഥയിലേക്ക് തന്നെ വരാം. ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ച വല്ലാത്ത സന്തോഷാഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. ഫവജദഹു യുലാഹിഖുഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ ബീവിയെ ചിരിപ്പിക്കുന്ന കാഴ്ച. അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടി അനുവാദം ചോദിക്കുന്ന ചോദ്യം തന്നെ മനോഹരമാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അശ്രികാനി ഫീ സിൽമിക്കുമാ കമാ അശറക്തുമാനി ഫീ ഹർബിക്കുമാ. എന്തൊരു മനോഹരമാ ചോദ്യം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അശ്രികാനി, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ യുദ്ധവേളയിൽ എനിക്ക് പ്രവേശനാനുമതി തന്നതുപോലെ നിങ്ങളുടെ സമാധാന വേളയിലും ഈ സന്തോഷ നേരത്തും എനിക്കുമൊന്ന് പങ്കാളിത്തം തരുമോ? അശ്രിക്കാനി, എന്നെ ഒന്ന് ചേർക്കുമോ? ഫീ സിൽമിക്കുമാ, നിങ്ങളുടെ ഈ സന്തോഷ നേരത്തിൽ, ഈ സമാധാനത്തിൻ്റെ നേരത്ത്. കമാ അശറക്തുമാനി, നിങ്ങൾ രണ്ടുപേരും എനിക്ക് സമ്മതം തന്നിരുന്നുവല്ലോ. ഫീ ഹർബിക്കുമാ, നിങ്ങളുടെ ആ യുദ്ധത്തിൻ്റെ സമയത്ത്. കാരണം നേരത്തെ വന്നപ്പോൾ രണ്ടുപേരും ചില പ്രശ്നങ്ങൾ കാരണം വഴക്കിലായിരുന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ ഇടപെടൽ നടത്തി പോയതാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന സമയത്ത് രണ്ടുപേരും ഒന്നായി നല്ല സന്തോഷത്തിലുമാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചോദ്യം ചോദിക്കുന്നത്. യാ റസൂലല്ലാഹ്, അശ്രികാനി ഫീ സിൽമിക്കുമാ കമാ അശറക്തുമാനി ഫീ ഹർബിക്കുമാ. ഈ മാതൃകകൾ കേൾക്കാൻ മാത്രമുള്ളതല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിലും പകർത്താനുള്ളതാണ്. സ്നേഹിതരെ,
ദേഷ്യം എന്ന വികാരം നമ്മളിൽ പ്രകൃത്യാ ഉള്ളതാണ്. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിയന്ത്രണം നമ്മുടെ കയ്യിലുണ്ടാവണം. ദേഷ്യം വരുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം. ഇണങ്ങിയാൽ പൊറുക്കാൻ കഴിയുന്ന വാക്കുകൾ മാത്രമേ പിണങ്ങിയാലും പറയാവൂ. പിണക്കത്തിൻ്റെ സമയത്ത് പഴയകാല കഥകളും ഗതകാല ചരിത്രങ്ങളും പറഞ്ഞ് ഇത്തിരി പോന്ന പ്രശ്നങ്ങളെ ഒത്തിരി നൂലാമാലകളിലേക്ക് വലിച്ചേക്കരുത്. ഒരു കാര്യം ഓർക്കണം, ശരീരത്തിനേൽക്കുന്ന മുറിവിനേക്കാൾ വേദന മനസ്സിനേൽപ്പിക്കുന്ന മുറിവുകൾക്കാണ്. ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകാൻ കാരണമാകണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.